മലപ്പുറം നഗരസഭയുടെ സൗജന്യ ഇന്റർനെറ്റ് സംവിധാനം നീക്കാൻ നടപടി തുടങ്ങി. 9 വർഷം മുൻപാണ് രാജ്യത്ത് തന്നെ ആദ്യമായി സൗജന്യ വൈഫൈ പദ്ധതി മലപ്പുറം നഗരസഭയിൽ ആരംഭിച്ചത്. രാജ്യത്താദ്യമായി ജനങ്ങൾക്ക് സൗജന്യമായി വൈഫൈ നൽകി ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയ നഗരസഭയായിരുന്നു മലപ്പുറം. പദ്ധതി കാര്യക്ഷമമല്ലാത്തതിനാലാണ് നിലവിലെ ഭരണസമിതി പദ്ധതി എടുത്തു മാറ്റാൻ നടപടികൾ ആരംഭിച്ചത്. ടൗൺഹാൾ മുറ്റത്തെ ടവർ കൂടി മാറ്റുന്നതോടെ പദ്ധതി പൂർണ്ണമായും നിൽക്കും. 2010-15 കാലഘട്ടത്തിലാണ് എല്ലാവർക്കും സൗജന്യ വൈഫൈ എന്ന പദ്ധതി നഗരസഭ ആരംഭിച്ചത്. 1.50 കോടി രൂപ ചെലവിൽ 2015 ഓഗസ്റ്റിൽ പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. നഗരസഭാ പരിധിയിൽ 16 പോയിന്റുകൾ വൈഫൈക്കായി സ്ഥാപിച്ചിരുന്നു. ലഭിച്ച അപേക്ഷകൾ പ്രകാരം 7000 പേർ 7 മാസത്തോളം സൗജന്യ വൈഫൈ ഉപയോഗപ്പെടുത്തിയെന്നാണ് കണക്ക്. നിർമ്മാണത്തിനായി ആദ്യഘട്ടത്തിൽ 50 ലക്ഷം രൂപയാണ് നഗരസഭ റെയിൽടെല്ലിന് കൈമാറിയത്. നഗരപരിധിയിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്തായിരുന്നു തുടക്കം. ആദ്യഘട്ടത്തിൽ കോട്ടപ്പടിയിലും കുന്നുമ്മലിലും വൈഫൈ ലഭ്യമാക്കി. എന്നാൽ പദ്ധതി വൻ നഷ്ടമാണെന്നതിനാലാണ് ഇത് നിർത്തലാക്കാൻ കൌൺസിൽ തീരുമാനിച്ചത്. 1 കോടി രൂപ നഗരസഭ നൽകാത്തതിനാൽ 2018 റെയിൽടെൽ കോർപ്പറേഷൻ ഹൈക്കോടതിയെ സമീപിക്കുകയും 2020 അനുകൂല വിധി നേടുകയും ചെയ്തിരുന്നു. പണം മുഴുവനായി നൽകണമെന്ന ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനോ വിധി നടപ്പാക്കാനോ നഗരസഭ തയ്യാറാക്കാത്തതിനാൽ 2022 ഓഗസ്റ്റ് 17 കോടതിയലക്ഷ്യ നോട്ടീസും ലഭിച്ചു. ഇതേ തുടർന്ന് വൈഫൈ ഉപകരണങ്ങളുടെ ക്ഷമത, വില തുടങ്ങിയവ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സാങ്കേതിക സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ ശുപാർശ പ്രകാരം ഡിവിഷൻ ബെഞ്ചിന് നഗരസഭ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.